ഇന്ത്യയുമായി വെടിനിർത്തലിലെത്തിയ പാകിസ്ഥാനെ വീണ്ടും വിറപ്പിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. BLA പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം തുടരുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലും പാകിസ്ഥാനെതിരെ കനത്ത ആക്രമണം BLA നടത്തി. പാക് സൈനികരെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. സംഘർഷത്തിനിടെ ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവശ്യം BLA കൂടുതൽ ശക്തമായി ഉയർത്തുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി വലിയ അടിച്ചമർത്തലിലാണ് ബലൂച്ച് ജനത നേരിടുന്നത്. കൂട്ടത്തിരോധാനങ്ങൾ, പീഡന കേസുകൾ, നൂറുകണക്കിന് ബലൂച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസുകൾ എന്നിവയ്ക്ക് ശേഷമാണ് ബലൂച്ച് ജനത പാകിസ്ഥാനെതിരെ പോരാട്ടം തുടങ്ങിയത്. ഈ അതിക്രമങ്ങളെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് വിളിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ന്യായീകരിക്കുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. പാകിസ്ഥാൻ്റെ 44% വരും ഈ പ്രദേശം. ധാതുക്കളാൽ സമ്പന്നവുമാണ് ബലൂചിസ്ഥാൻ. എന്നാൽ ബലൂചിസ്ഥാൻ്റെ സമ്പത്ത് ബലൂച്ച് ജനതയ്ക്ക് അനുഭവിക്കാനേ കഴിയുന്നില്ല. മാത്രമല്ല, ഈ സമ്പത്ത് ജനതയ്ക്ക് ശാപമായി മാറുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ഇവിടം. ആവശ്യത്തിന് സ്കൂളുകളും ആശുപത്രികളും ഇവിടെയില്ല. കടുത്ത അടിച്ചമർത്തലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റുകളും പ്രവിശ്യയിലുടനീളമുള്ള സൈന്യത്തിൻ്റെ സജീവ സാന്നിധ്യവും ബലൂച്ച് ജനതയെ ശരിക്കും വീർപ്പുമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി സൈന്യത്തിനെതിരെയുള്ള അതിക്രമം ശക്തമാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ 71 ആക്രമണങ്ങൾ, അതായത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം BLA നടത്തിയത് 71 ആക്രമണങ്ങളാണ്. ബലൂചിസ്ഥാനിലുടനീളം 51 സ്ഥലങ്ങളിലാണ് BLA ആക്രമണം നടത്തിയത്. ബലൂചിസ്ഥാൻ്റെ പാക് സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ തകർത്തു. ഇതെല്ലാം അരങ്ങേറിയത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച BLA ഒരു നഗരം പിടിച്ചെടുത്തു. കാലാട്ടിലെ ഒരു നഗരമാണ് BLA പിടിച്ചെടുത്തത്. BLA ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശം വിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ ഒരു ട്രെയിൻ BLA ഹൈജാക്ക് ചെയ്തിരുന്നു. 400 യാത്രക്കാർ ഉൾപ്പെടുന്ന ട്രെയിനാണ് BLA തട്ടിയെടുത്തത്. 36 മണിക്കൂർ ട്രെയിൻ BLA പിടിച്ചു വച്ചു. ട്രെയിൻ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിരവധി പട്ടാളക്കാരെ പാകിസ്ഥാന് നഷ്ടമായി. പാകിസ്ഥാൻ്റെ നഷ്ടങ്ങൾ കുറയുകയല്ല, കൂടുകയാണ്. 2024 1000-ലധികം പേരാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത്. നവംബറിൽ മാത്രം 68 സൈനികർ കൊല്ലപ്പെട്ടു. കലാപം അതിരൂക്ഷമാവുകയാണ്. ചൈനയ്ക്കെതിരെയും ശക്തമായ പോരാട്ടമാണ് BLA നടത്തുന്നത്. വിദേശ കുടിയേറ്റക്കാർ എന്നാണ് ചൈനക്കാരെ BLA വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 62 ചൈനക്കാരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണിത്. കൊല്ലപ്പെട്ടവരെല്ലാം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു. കരുത്തുറ്റ സേനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ചാവേറുകൾ ഉൾപ്പെടെ BLAയുടെ ഭാഗമായുണ്ട്. രാഷ്ട്രീയ പരിഹാരം കാണുന്നതിന് പകരം ബലൂച്ച് ജനതയുടെ പോരാട്ടത്തെ അതിക്രൂരമായി അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ സേന ശ്രമിക്കുന്നത്. അതിശക്തമായ ആക്രമണമാണ് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സേന നടത്തുന്നത്. ബലൂചിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യയാണ്. BLA ഇന്ത്യയുടെ പ്രോക്സി സംഘടനയായാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉയർത്തുന്നത്. പ്രദേശത്തിൻ്റെ യഥാർത്ഥ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെടുന്നു. എന്താണ് ബലൂച്ച് ജനതയുടെ യഥാർത്ഥ പ്രശ്നം? അവരെ അവഗണിക്കുന്നതാണ് ബലൂച്ച് ജനതയുടെ യഥാർത്ഥ പ്രശ്നം. അവരെ മാർജിനലൈസ് ചെയ്യുന്നു. പാകിസ്ഥാൻ്റെ ഈ സമീപനത്തിനെതിരെയാണ് ബലൂച്ച് ജനത പോരാടുന്നത്. ബലൂച്ച് പ്രശ്നം പാകിസ്ഥാനെ മാത്രമല്ല, ചൈനയെയും ബാധിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് നിക്ഷേപങ്ങളെയും എഞ്ചിനീയറിംഗ് ലക്ഷ്യമാക്കി BLA ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ചൈനയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ബലൂചിസ്ഥാനിൽ സ്വന്തം സേനയെ വിന്യസിക്കാമെന്നാണ് ചൈന പറയുന്നത്. പാക് സൈന്യത്തെ ചൈനയ്ക്ക് വിശ്വാസമില്ല. എന്നാൽ ചൈനയുടെ സൈന്യം ബലൂചിസ്ഥാനിൽ പ്രവേശിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും കടന്നു പോകുന്നത്.